7 കേട്ടത്. പോരാ. എന്നാൽ 8, എന്നാൽ 9, 10 തികയില്ല. 10 തികയില്ല അല്ലേ? തികയില്ലെങ്കിൽ ഞാൻ 10 തികച്ചു തരാമടാ. ജോയ്, ലിസി വയ്ക്കോ, ഞാൻ വരാം. വേണ്ട ജോയ്. ഇല്ല ലിസി, നീ വയ്ക്കോ. ഓഹോ, ഇപ്പൊ നീയാണോ ഇവിടെ താപ്പാൻ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ഇഷ്ടപ്പെട്ടു. അവനല്ല, അവളെ എനിക്ക് സ്വന്തമാക്കണം. അയ്യോ, അവള് ചാക്കോന്റെ ആ മോള്. അങ്ങനെയല്ലടാ, അവളെ എനിക്ക് കെട്ടണം. കെട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എടാ, എവിടെ ചെന്നാലും നിനക്ക് വഴക്കൊഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഒടുവിൽ നാട്ടുകാർ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ തല്ലിക്കൊല്ലുന്ന ഞാൻ കാണേണ്ടി വരും. ഈ വഴക്കിൽ ആരനെ കുറ്റം പറയാനല്ല, അവനാണ് ആദ്യം വഴക്കിന് വന്നത്. എന്തിന്? ഒരു കാരണമില്ലാതെ വന്നാണോ? എടാ മോനെ, നിന്റെ പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ നിന്നോട് കല്യാണം കഴിക്കണം ഈ അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അത് കേൾക്കാതെ വഴിയെ പോകുന്ന പെമ്പിളരെല്ലാം കയറി പിടിച്ച നാട്ടുകാർ വെറുതെ വിടുവോ? അപ്പൻ അനാവശ്യം പറയരുത്, ഞാൻ ആരും കയറി പിടിച്ചില്ല. അത്രയും നല്ലത്. ഏതായാലും ഒരു കാര്യം ഞാനിന്ന് ഉറപ്പിച്ചു, ഇനി തന്നെ ഇങ്ങനെ തൊടലൂരി വിട്ടാൻ പറ്റില്ല. നീ പറ, ഈ ഇടവകയിൽ നമ്മുടെ ജാതിയിൽപ്പെട്ട ഏത് പെൺകുട്ടി വേണം? ഞാൻ ചെന്ന് ചോദിക്കാം. പറ. എങ്കിൽ അപ്പൻ ഈ പെണ്ണെ തന്നെ ചെന്ന് ചോദിക്കേ, ഞാൻ കെട്ടിക്കോളാം. ആരെ? ചാക്കോച്ചന്റെ മോളെയോ? എന്താ, അവൾ കൊള്ളില്ലേ? അവളുടെ തറവാടും കുടുംബമാണ് ചോദിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നാ അവളുടെ അപ്പൻ ആ ചാക്കു, അവനെ നിനക്കറിയില്ലേ? അവന്റെ മോളെ കെട്ടാമെന്നാ പറഞ്ഞത്. അപ്പൻ ചെന്ന് ചോദിക്കേ. എന്നിട്ട് നാണം കെടാനോ? എടാ ആന്റണി, ഇന്നത്ത് പോ. എടാ അകത്ത് പോവാൻ.
സന്ധ്യക്ക് വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ കാര്യം? പത്രോസിന്റെ മോൻ വഴിക്ക് വെച്ച് എന്റെ മോളെ പരിഹസിച്ചെന്നോ അതിന്റെ പേരിൽ ജോയിയുമായി. എന്താ അത് ചോദിക്കാനാണോ ചാക്കോച്ചൻ ഇങ്ങോട്ട് കയറുന്നത്? ചോദിക്കാനല്ല, പറയാൻ. എന്റെ മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചേരും. എന്നാൽ അതിന് മുറയുണ്ട്. ചാക്കോ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുറ അറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ എന്റെ മോനോട് ചാക്കോ പൊറുക്കണം. പൊറുക്കാൻ കഴിഞ്ഞുകൊണ്ടാണല്ലോ ഈ നേരത്തെ ഇങ്ങനെ ഞാൻ ഇവിടേക്ക് കയറി വന്നത്. എങ്കിലേരി ഇരിക്കുന്നില്ല, എനിക്ക് പോണം. എല്ലാം പൊറുത്തെങ്കിൽ ചാക്കോ ഇരിക്കണം. അപ്പോ ഞങ്ങള് കേട്ടത് ശരിയാണ്. വറീതുമായി ഞാൻ പിണങ്ങി. എന്നാലും അവൻ ആ പത്രോസിന്റെ കൂടെ കൂടിക്കളഞ്ഞല്ലോ. കുറച്ചിലായിപ്പോയി. ചാക്കോ അവരുടെ കൂടെ കൂടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അവൻ എവിടെയെങ്കിലും പോയി ചേരട്ടെ. താൻ തന്റെ കാര്യം പറ. താൻ എന്നോട് ഒന്നിച്ചു നിൽക്കുവോ അത് ചാക്കോന്റെ കൂടെ പോവോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. എന്നാലും നിന്റെ കൂടെ പണിയാനായി എനിക്കിഷ്ടം. നില്ലടാ ധൃതി കൂട്ടാതെ. ഇനി അതിന് അവൻ വല്ല വഴക്കിനോ വക്കാണത്തിനോ വന്നാ ഞാൻ കുഴഞ്ഞു പോകും. ഫിലിപ്പോസിന് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ വേണ്ട. താൻ ചാക്കോ എന്ന് വിളിച്ചാല് മറുത്തൊന്നും പറയാൻ പോണ്ട. താൻ ചാക്കോന്റെ കൂടെ പോയെന്ന് വെച്ച് എനിക്ക് തന്നോട് വഴക്കൊന്നുമില്ല. ഞാൻ ഒട്ട് പിണങ്ങാനും വരെയില്ല. അല്ല, അതെനിക്കറിയാം. ഞാൻ ഒരൊറ്റ അടി വെച്ച് വന്നാലുണ്ടല്ലോ. താൻ എന്തിനാ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അവൻ പോട്ടേന്നേ. ഞങ്ങൾ ഒന്നിച്ചു പോയിക്കോളാം. മോള് തനിച്ചേ ഉള്ളൂ. ത്രേസ്യ ഇന്ന് അവളുടെ വീട്ടിൽ പോയിരിക്കുക. എന്നാ ഇവനെ പറഞ്ഞു വിട്. ഉതുപ്പ് നിന്റെ മോൾക്ക് കൂട്ടിനിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് മോളോട് പറഞ്ഞേര്. ഞാൻ വന്നിട്ടേ നീ പോവുള്ളൂ കേട്ടോ. അപ്പൊ പള്ളിക്കാര് വന്നു. കരാർ ഉറച്ചോ? തുക കൊണ്ടൊത്തില്ല. അവര് പത്രോസിന്റെ അടുത്ത് പോയതിനു ശേഷം എന്റെ അടുത്ത് വന്നു. ഇനിയും വരാൻ പാടില്ലാന്നൊന്നുമില്ല. നീ വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ വാ, നമുക്ക് ആ നായരുടെ കട വരെ ഒന്ന് പോയിച്ചു വരാം. നായരുടെ കടയോ? ഏത് നായരാ ഇവിടെ ചാരായക്കട പറഞ്ഞു വെച്ചിരിക്കുന്നത്? ചാരായോ? ചായ കുടിക്കാനാ വിളിച്ചത്. വാ. ചായയാണോ? എന്നും അവളുടെ രാവുകൾ. ആരാ? ഞാനാ. പുതുപ്പ് മേരുടെ അപ്പം കുറെ സാധനങ്ങൾ തന്നു വെച്ചിട്ടുണ്ട്. എന്നാ അടുക്കള തന്നെ വെച്ചോ, ഞാൻ എടുത്തോളാം. മേരിക്കുട്ടി തരുന്നേ സോപ്പ് ഒന്ന് എടുത്തു തരാമോ? സോപ്പ്. പിന്നെ എന്നോടിവിടെ മേരിക്കുട്ടിക്ക് കൂട്ടിനിരിക്കാൻ പറഞ്ഞു. മേരിക്കുട്ടിയുടെ അപ്പൻ ഇരുന്നോട്ടെ. ഇരുന്നു, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം.
ചേട്ടാ 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 അച്ഛാ അച്ഛാ എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തു അച്ഛാ. കുഞ്ഞേ, നീ ചെയ്തത് പാപമാണ്. എന്നാലും ഈ കണ്ണുനീർ നിന്റെ പശ്ചാത്താപം വെളിപ്പെടുത്തുന്നു. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ദൈവം നിന്നെ ശിക്ഷിക്കില്ല. ആ, എഴുന്നേൽക്ക്. നേരിയ നിനക്ക് ഇഷ്ടമാണ്. ശരി, ഈ കാര്യം ഇനി നീ ആരോടും പറയരുത്. ഞാനൊരു വഴി ആലോചിക്കുകയാണ്.